സ്ട്രീമിംഗ് അവകാശത്തിന് 1000 കോടി. എക്കാലത്തെയും റെക്കോർഡുകൾ ഭേദിക്കാൻ വാരണാസി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. എസ് രാജമൗലിയുടെ ഏറ്റവും പുതിയ ചിത്രമായ വാരണാസിയുടെ ടൈറ്റിൽ പുറത്തിറങ്ങി 1 മാസം പോലും തികഞ്ഞിട്ടില്ല. മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് സുകുമാരൻ എന്നീ താരനിരയെ അണിനിരത്തുന്ന ചിത്രം റിലീസ് ചെയ്യാൻ ഇനിയും 1 വർഷത്തിലേറെ ബാക്കിയുണ്ട്. ചിത്രത്തിനു മേൽ വമ്പൻ പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ട് തന്നെ OTT ഭീമന്മാർ ഡിജിറ്റൽ അവകാശങ്ങൾക്കായി മത്സരിക്കുകയാണ്. ഡിജിറ്റൽ അവകാശം റെക്കോർഡുകൾ ഭേദിച്ച് വിറ്റുപോകാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവാദം. ആഗോള സ്ട്രീമിംഗ് വിപണിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമാണ് വാരണാസി. പാശ്ചാത്യ രാജ്യങ്ങളിൽ RRR നേടിയ വൻ വിജയവും ഓസ്കാർ നേടിയതുമെല്ലാം ഇതിന് കാരണമാണ്. രാജമൗലിയുടെ മുൻ ചിത്രമായ ബാഹുബലി 2 വിദേശത്ത് നിന്ന് $62 ദശലക്ഷം നേടിയിട്ടുണ്ട്. ചിത്രത്തിലൂടെ അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രശസ്തനുമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രത്തിന് പ്രതീക്ഷകൾ ഏറെയാണ്. ട്രേഡ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹോളിവുഡ് സിനിമകളുടെ ഡിജിറ്റൽ അവകാശങ്ങൾക്ക് തുല്യമായ വലിയ തുക നൽകാൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ തയ്യാറാണ്. അന്തിമ തുക 1000 കോടി രൂപ വരെ ഉയർന്നേക്കാം. അങ്ങനെ വന്നാൽ ഒരു ഇന്ത്യൻ സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങളുടെ പ്രീ സെയിൽ റെക്കോർഡുകൾ ഭേദിക്കുന്നതായിരിക്കും ഇത്. സംഗീത അവകാശങ്ങൾ, TV അവകാശങ്ങൾ, വിതരണം എന്നിവ കൂടി ചേർത്താൽ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ വാരണാസി ഇതിനോടകം തന്നെ എക്കാലത്തെയും വലിയ ഇന്ത്യൻ സിനിമയുമായി മാറിക്കഴിഞ്ഞു. നവംബർ ഹൈദരാബാദിലെ രാമോജി റാം ഫിലിം സിറ്റിയിൽ നടന്ന ഒരു വലിയ ചടങ്ങിൽ SS രാജമൗലി ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിരുന്നു. മഹേഷ് ബാബുവാണ് നായകൻ. പൃഥ്വിരാജ് സുകുമാരൻ പ്രതിനായകനായും പ്രിയങ്ക ചോപ്ര ഇന്ത്യൻ സിനിമയിലേക്ക് മടങ്ങിയെത്തുന്ന ചിത്രമെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ് വാരണാസി. 2027 റിലീസ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.